ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് അടിപൊളി വെറൈറ്റി മോഡൽസ് ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് എന്താ പറയുക കാഷ്വൽ മോഡൽ, അതുപോലെ കുറച്ച് ഹെവി കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ മോഡൽസൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ഹെവി ആയിട്ടുള്ള ഫ്രോക്കാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ ഒരു ഫ്രോക്ക്. അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്തതിൽ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. ഇതൊരു കല്യാണത്തിനുള്ള ഡ്രസ് കോഡായിരുന്നു. 3 ഡ്രസ്സ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതിൽ 2 എണ്ണം ഒരേ ഏജും ഒന്ന് കുറച്ചൊരു വലിയ സൈസും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഫ്രണ്ടിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് പീസ് മെറ്റീരിയലിന് തന്നെ നമ്മൾക്ക് ഏകദേശം 2200 അടുത്ത് റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു വർക്ക് നമ്മൾ വെട്ടിയിട്ട് നമ്മൾ സ്കേർട്ട് പോർഷനിലും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ലേസ് മോഡലുള്ള വർക്ക് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്കേർട്ട് പോർഷനിലും കൂടി ആ ഒരു പീസ് തന്നെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു മോഡലിലായിരുന്നു. ഇത് എന്താ പറയുക, ബാർബി ഗൗണൊക്കെ മോഡലുള്ളൊരു ഗൗണായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് പോർഷനൊക്കെ നല്ല ഹെവി ആയിട്ട് നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ ഫ്രോക്കിന് നമ്മൾ 10 മീറ്റർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഫ്രോക്കിന് 8 മീറ്ററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ഗൗണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുൾ സ്ലീവിലാണ്. ചെറിയത് ചെയ്തിട്ടുള്ളത് ഒരു ക്യാപ്പ് സ്ലീവ് കൊടുത്തിട്ടുമാണ്. അപ്പോൾ വലിയ ഇത് ഒരു 10-11 വയസ്സായ കുട്ടിക്കാണ്. മറ്റേത് രണ്ടും ഒരു 5-6 വയസ്സായ കുട്ടികൾക്കുള്ള സൈസിലുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിലാണ് രണ്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയൊരു ഫ്രോക്കിന് ഏകദേശം 2500 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2300 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് 600 രൂപയാണ്. ഈ ഒരു വർക്കൊക്കെ വെട്ടി വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ജോലിയൊക്കെ കൂടുതലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പീസ് നല്ല റേറ്റുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ഭാഗം കൂടി ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം ഒരു 4000, ഏകദേശം ഒരു 3000-ന് മുകളിൽ 4000-ൻ്റെ ഉള്ളിലായിട്ടൊക്കെ റേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് പീസ് മാത്രം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവർ നമുക്കൊരു ബഡ്ജറ്റ് തരുമല്ലോ. അപ്പോൾ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നല്ല ഒരു എന്താ പറയുക, ഡാർക്ക് റെഡ് അല്ല, റെഡിഷ് മെറൂൺ ആണ് കേട്ടോ ഈ ഒരു കളറ്. അടുത്തത് വന്നിട്ടുള്ളത് ഒരു പാൻറ്റ്, ടോപ്പ്, ഒരു ഓവർകോട്ട്, അങ്ങനെയുള്ളൊരു വെറൈറ്റി ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു 4 വയസ്സിനും ഒരു 10 മാസമായ കുട്ടിക്കും വേണ്ടിയിട്ട് അളവിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ സാറ്റിൻ സിൽക്കിലാണ് ക്രോപ്പ് ടോപ്പും പാൻറ്റും ചെയ്തിട്ടുള്ളത്. ഓവർകോട്ട് ഷിഫോണിലുമാണ് ചെയ്തിട്ടുള്ളത്. നെറ്റും യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സാറ്റിൻ സിൽക്കിന് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ. ഇതിന് 230 രൂപ മീറ്ററിന് വന്നിട്ടുണ്ട്. 80 രൂപയാണ് നമ്മൾ ഈ ഷിഫോണിന് വന്നിട്ടുള്ളത്. നെറ്റ് പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല സോഫ്റ്റ് ക്ലോത്ത്, സോഫ്റ്റ് നെറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ ഒരു ഏകദേശം ഒരു വയറൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു ടോപ്പും ഒരു ഫുള്ള് ലെങ്ത്ത് വരാത്തൊരു പാൻറ്റും അതുപോലെ ഫുൾ ലെങ്ത്ത് വരുന്നൊരു ഓവർകോട്ടുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ വലിയ കുട്ടിക്ക് 4 ഫ്രില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓവർകോട്ടിന്. ചെറിയ കുട്ടിക്ക് 3 എണ്ണേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയ കുട്ടിക്ക് 1 മീറ്ററിൻ്റെ മുകളിൽ നമ്മൾ പാൻറ്റും 1.25 മീറ്ററോളം വന്നിട്ടുണ്ടായിരുന്നു. പാൻറ്റും ആ ഒരു ക്രോപ്പ് ടോപ്പും കൂടെ ചെയ്യാൻ. ഈ ഒരു ഷിഫോണിൻ്റെ ഓവർകോട്ട് 1 മീറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേതൊരു 3/4 മീറ്ററിൻ്റെ ഉള്ളിലും വന്നിട്ടുണ്ട് ചെറിയ കുട്ടീൻ്റെത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ചിങ് ചാർജൊക്കെ ഒക്കെ കൂടെ നമ്മൾ റേറ്റ് ഇട്ടിട്ട് 1,100, 1,000-ൻ്റെ ഉള്ളിലായിട്ട് ചെറുതും അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിച്ചിങ് ചാർജ് 600 രൂപേൻ്റെ ഉള്ളിലായിട്ട് വരും. എന്താ വെച്ചാൽ 3 പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് 2 കുട്ടികൾക്കുള്ള, ഒരേ വീട്ടിൽ തന്നെയുള്ള 2 കുട്ടികൾക്കുള്ളതായിരുന്നു. അപ്പോൾ അവർക്ക് 6 ഡ്രസ്സ് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു.
അതിൽ 3 വെറൈറ്റി ടൈപ്പായിരുന്നു കേട്ടോ. അതിൽ ഒരു ഡ്രസ്സായിരുന്നു ഇത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെ ഒക്കെ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ഒരു വീഡിയോ നമുക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതിൽ കയറൊക്കെ വെക്കണ മുന്നിൽ ആ ഒരു വള്ളി കൊടുക്കുന്നതിന് മുമ്പുള്ള വീഡിയോസാണ്. ഇത് വള്ളി കൊടുത്തതിന് ശേഷമുള്ള വീഡിയോസാണ്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എടുക്കുന്ന വീഡിയോൻ്റെ ഇടയിൽ കൂടെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. മറ്റേതൊക്കെ നമ്മൾ അകത്ത് വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെളിച്ചം കുറവായതുകൊണ്ട് അതിൻ്റെ എല്ലാ ഒരു കുറവുകളും കാണിക്കും. ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സ് നാളെ രാവിലെ കൊണ്ടുപോകണം. അപ്പോൾ ഇതവർ ഗൾഫിലായിരുന്നു, അവിടുന്ന് തന്ന ഓർഡറാണ്. അത് എൻ്റെ ഒരു പഴയ കസ്റ്റമറും കൂടെ ആയിരുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് 3 കല്യാണം ഉണ്ട്, അതിനുള്ള 3 ഡ്രസ്സുകൾ ചെയ്തു തരാൻ പറഞ്ഞ അളവൊക്കെ അവർ അവിടുന്ന് എടുത്തിട്ട് അയച്ചു തന്നതാണ് കേട്ടോ ഓരോന്നും. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ അളവിനൊക്കെ എങ്ങനെയാണോ കൈകാര്യം ചെയ്തിട്ട് എടുക്കുന്നത് എന്നുള്ളത്. അപ്പം അതിന് നിങ്ങൾക്കൊരു കൺഫ്യൂഷനും കൂടി തീരുമല്ലോ. അപ്പോൾ ഇത് അതേ കുട്ടികൾക്കുള്ള ഫ്രോക്ക് തന്നെയാണ്, വലുതും ചെറുതും. ഒന്ന് 23 സൈസും ഒന്ന് 16 ആ സൈസുമാണ് കേട്ടോ. 16 സൈസും 23 സൈസിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെഡൊക്കെ ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇത്. അപ്പോൾ ഇതിന് വലിയ ഫ്രോക്കിന് നമുക്കൊരു 8 മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ചെറിയ ഫ്രോക്കിന് ഒരു 5.5 മീറ്റർ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ഫ്രോക്ക് നമ്മൾ കൊടുക്കുന്നത് 1,200 റേഞ്ചിലാണ്. ചെറിയ ഫ്രോക്ക് കൊടുക്കുന്നത് 1000-നുള്ളിലായിട്ടുമാണ്. രണ്ടും തമ്മിൽ നല്ല ഡിഫറൻറ്റും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്കിൽ ബോയൊന്നും കൊടുത്തിട്ടില്ല. വലിയ കുട്ടിക്ക് ബാക്കിൽ നമ്മൾ ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് യോക്ക് ചെയ്തിട്ടുള്ളത്. ചെറിയ കുട്ടിക്ക് നമ്മൾ നന്ന ചെറിയതല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കിൽ ഫ്രില്ല് കൊടുത്തിട്ടില്ല, ഫ്രണ്ടിൽ മാത്രമാണ് യോക്കിന് നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അതിൻ്റെ നല്ല ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഉള്ള ലൈറ്റ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാട്ടോ. എന്നുവെച്ചാൽ മഴ ആയതുകൊണ്ട് തന്നെ തീരെ വെളിച്ചം അകത്തേക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഡ്രസ്സാണെങ്കിൽ രാവിലെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അകത്ത് വെച്ചിട്ട് എടുത്തതാട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ. അപ്പോൾ ഇതും അതേ കുട്ടികൾക്ക് തന്നെയുള്ള സെറ്റായിരുന്നു കേട്ടോ. ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് സെറ്റാണ്. അപ്പോൾ വലിയ കുട്ടിക്ക് നമ്മൾ കൈ ഫുള്ളായിട്ടും അതുപോലെ ഒരു ചെറിയ ഷോളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. 3 സ്റ്റെപ്പായിട്ട് വരുന്ന സ്കേർട്ടാണ് കേട്ടോ ഇത്. സ്റ്റെപ്പ് ഇങ്ങനെ കയറ്റിയിടുന്ന സ്റ്റെപ്പാണ് കേട്ടോ. അതാ കണ്ടില്ല, നല്ല ഭംഗിക്ക് തന്നെ നല്ല ലെയർ കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഗ്രീനുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഫ്രില്ലൊക്കെ കൊടുത്തിക്കണ കണ്ടില്ല നിങ്ങൾ, ആ ഒരു ഫ്ലോയിൽ കിടക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേപോലത്തെ സ്കേർട്ട് ആൻഡ് ടോപ്പ് തന്നെയാണ്. ഒന്ന് ക്രോപ്പ് ടോപ്പ്, ചെറിയ കുട്ടിക്ക് ഒന്നും കൂടെ ക്രോപ്പായിട്ട് ചെയ്തിട്ടുള്ള ടോപ്പാണ്. അതുപോലെ 3 ലെയറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കേർട്ടിനും. അതുപോലെ ഇതിൻ്റെ ഷോളിന് നമ്മൾ ഈ ഒരു ടോപ്പ് പോർഷൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ട് ലേസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ ആ ഒരു ഡ്രസ്സ് ചെയ്യുമ്പോഴുള്ള ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ആ ഒരു ഡിസൈനൊക്കെ നമുക്ക് ചേഞ്ചൊക്കെ വരുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് അധികം എന്താ പറയുക വാശികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ഇഷ്ടത്തിന് കുറേയൊക്കെ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ കസ്റ്റമറൊക്കെ കിട്ടിയാൽ നമുക്ക് നല്ല സുഖമാട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവരെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഡ്രസ്സുകളൊക്കെ ഭംഗിയാക്കി കൊടുക്കാൻ പറ്റും. നമ്മളെ ഐഡിയയും അവരെ ഐഡിയയും ഒക്കെ കൂടെ ആകുമ്പം നമ്മളെ സ്വന്തം ഐഡിയ വെച്ചിട്ടൊന്നും നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ കസ്റ്റമർ ഐഡിയയും കൂടി നമുക്ക് തന്നാൽ നമുക്കെല്ലാം ഒന്നും കൂടെ ബെറ്ററാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതൊരു പോയിൻ്റാണ്. അപ്പോൾ നേരെ മറിച്ച് ചില കസ്റ്റമർ കടും പിടുത്താണ്, അത് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു കസ്റ്റമറെ കിട്ടുമ്പോഴൊക്കെ ഞാൻ നല്ല ബുദ്ധിമുട്ടും. ചിലപ്പോൾ നമുക്ക് അവർ തന്ന മോഡൽസത്തെ മെറ്റീരിയൽ ഒന്നും കിട്ടാത്ത ബുദ്ധിമുട്ടൊക്കെ വരും. അതുകൊണ്ടൊക്കെ തന്നെ അപ്പം ഈ ഒരു 3 ഡ്രസ്സും 3 ആ ഒരു വീട്ടിലത്തെ 2 കുട്ടികൾക്കുള്ള സൈസുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്കും നമ്മൾ മുമ്പ് സ്റ്റിച്ച് ചെയ്ത് പോയതാട്ടോ. അപ്പോൾ അടുത്ത് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലാത്ത അതിൻ്റെ മുമ്പത്തെ ആഴ്ച. അപ്പോൾ ഇതവർ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഉടനെ വന്ന് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബോയൊക്കെ ഫ്രണ്ടത്തെ ബോയൊക്കെ ഞാൻ ഒട്ടിക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതായിരുന്നു, എനിക്കൊരു ഫോട്ടോസോ ഒരു വീഡിയോസോ നിങ്ങൾ ഇട്ട് തരുമോ, എനിക്കെല്ലാം ഇഷ്ടമായ ഫ്രോക്കാണെങ്കിൽ ഒരു ഫോട്ടോ പോലും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ട് തന്നതായിരുന്നു കേട്ടോ. അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു.
അപ്പം അവരവരെ ഐഡിയക്കനുസരിച്ച് നമുക്ക് നല്ലൊരു വീഡിയോസൊക്കെ എടുത്തിട്ട് ഷെയർ ചെയ്ത് തന്നാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗി തന്നെ അവരത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ഒരു 5 ഇയേഴ്സിനുള്ള ബേബിക്കുള്ള ഫ്രോക്കാണ്. ഇതിനായിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു വർക്ക് പീസ് ഒരു 4 മീറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിനുള്ളിൽ നമ്മൾ പ്ലെയിൻ നെറ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ നെറ്റ് 3 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പഫിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ലൈനിങ് 1.5 മീറ്റർ, കോട്ടൺ 1.5 മീറ്റർ, ക്രൈപ്പും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സാറ്റിനോണ്ടാണ് നമ്മൾ ഈ ബോയും ഫ്രണ്ടത്തെ ബോയും ബാക്കിലേക്കുള്ള വള്ളിയൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് 650 രൂപയാണ്. ഇത് മൊത്തത്തിൽ നമ്മൾ റേറ്റ് കൊടുക്കുന്നത് ഈ ഒരു വർക്ക് പീസിന് അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ 1700 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. ഇത് 100 സംതിങ് ഈ ഒരു വർക്കിന് മെറ്റീരിയലിന് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും ബൈ.